വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. ഇന്ന് നമ്മളൊരു റൈസ് റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. ക്യാബേജ് റൈസ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കപ്പ് റൈസിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു കപ്പ് റൈസ് നമ്മളൊരു 30 മിനിറ്റ്സോളം ഒന്ന് കുതിരാൻ വെക്കണം. അതെ, ബസ്മതി റൈസ് ആയിട്ടാണ് വേണ്ടത്. ക്യാബേജ് ഒരു 2 കപ്പോളം. ക്യാബേജ് ചെറുതായിട്ട് നമ്മൾ ഇതിനൊക്കെ അരിയില്ലേ, ഫ്രൈഡ് റൈസിനൊക്കെ അരിയില്ലേ, അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല വേണം കേട്ടോ. ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ കറിവേപ്പില വേണം. ഇത് നമ്മുടെ ഉള്ളി വറുത്തെടുക്കില്ല, അതാണ്. ഈ ഉള്ളി വറുത്തതൊക്കെ നമുക്കൊരു 3 തൊട്ട് 4-5 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ടൈറ്റ് എയർ കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ. അതെ, ചോറ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് റൈസാണ്, ബസ്മതി റൈസ്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആരംഭിക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഇവിടെ ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിൽ കുറച്ച് കടുക് ഇടുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വേറെ എരിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ എരി അനുസരിച്ച് 3 or 4 പച്ചമുളക് ഉപയോഗിക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജിന്റെ പച്ചമണം മാറുന്നതൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ വീണ്ടും ചോറിൽ ക്യാബേജ് ഇട്ട് നമ്മൾ ദം ചെയ്യില്ലേ, അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കണമെന്നില്ല. ക്യാബേജിന്റെ കുറച്ച് പച്ചമണം ഇരുന്നാലും കുഴപ്പമില്ല. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ പോലെ ഗരം മസാല. ഒരു ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ വേറെ ഒരു ഫ്ലേവറും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഉള്ളി, പച്ചമുളകും ഗരം മസാല മാത്രമേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുത്തൽ അധികമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടണ്ട. ഞാൻ ഈ പാത്രത്തിൽ തന്നെ റൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് തീയിൽ വെക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദോശക്കല്ലൊന്നും ഇടുന്നത്. അത് അത്യാവശ്യം കട്ടിയുണ്ട്. ഇതിങ്ങനെ വേണമെന്നില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 വേഗമായപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗമൊക്കെ നിങ്ങളുടെ ഇതാണ്. ചിലർക്ക് കുറച്ചുകൂടെ വെന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ക്യാബേജ് ഇടാം. വീണ്ടും ക്യാബേജ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 ലെയർ. വീണ്ടും റൈസ് ഇടുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മുടെ ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത ഉള്ളി, കുറച്ച് ഉണക്കമുന്തിരി ഉണ്ട് കേട്ടോ. ഉള്ളി ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇന്നലെ എടുത്തു വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ നമ്മൾ തേങ്ങാപ്പാൽ പുലാവ് ചെയ്തില്ലേ, അതിൻ്റെ ബാക്കി ഇരുന്ന ഉള്ളിയാണ്. ഇനി ഒരു 10 മിനിറ്റ് ആ ചൂടിൽ ഇങ്ങനെ ഇരുന്നൊന്ന് ഇതാവട്ടെ. ഇതിൻ്റെ ഏകദേശം 10 മിനിറ്റ് ആയിരുന്നു. അതിൻ്റെ മേളിൽ ഞാനൊരു വെയിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം. നല്ല മണമുണ്ട്. അടച്ചു വെച്ചേക്കാം, കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ചൂട് പോകണ്ട. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നും ചിക്കൻ ഫ്രൈ അല്ലേ നല്ലതായിരിക്കും. ഒരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ, അച്ചാർ വേണമെങ്കിൽ, അച്ചാറിൻ്റെ കാര്യമില്ല, ഒരു ചിക്കൻ അച്ചാറാകുമ്പോൾ പിന്നെ വേറൊരു ടേസ്റ്റിലേക്ക് പോകും. നിങ്ങൾക്ക് ഇനി ക്യാബേജിൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ക്യാബേജ് നമ്മൾ വേവിക്കാൻ വെക്കില്ലേ, അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേഗം വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചൊരു ക്യാബേജിൻ്റെ ടേസ്റ്റ് കടിക്കുന്ന ഇഷ്ടമുണ്ട്. ഞാൻ അത്ര വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടില്ല. അപ്പം
എല്ലാവരും ട്രൈ ചെയ്യണം. എളുപ്പമല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനായിട്ട്. ഇത് ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ, നമ്മൾ എഗ് ഫ്രൈ ഉണ്ടാക്കത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നമുക്ക് അടുത്ത റൈസ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ.